ഹിസ്ബുള്ളയ്ക്കെതിരെ അതിമാരകമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ബെയ്റൂട്ടിനും പരിസര പ്രദേശങ്ങളിലേക്കും കഴിഞ്ഞ മണിക്കൂറുകളിലും കനത്ത ബോംബിംഗാണ് ഇസ്രായേലി സേന നടത്തിയത്. 24 മണിക്കൂറിനിടയിൽ 145 തവണയാണ് ഇസ്രായേൽ വ്യോമസേന ലെബനോന്റെ വിവിധ പ്രദേശങ്ങളിൽ ബോംബുകൾ വർഷിച്ചത്. അതിമാരകമായ ആക്രമണം, സമാനതകളില്ലാത്ത ആക്രമണം, രണ്ടാം ലോക മഹായുദ്ധത്തിന് സമാനമായ ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിൽ ഇസ്രായേലി സേന നടത്തുന്നത്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തിനും അതിന് സമീപത്തുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിലാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന കമാൻഡർമാരിലൊരാളും പ്രധാനപ്പെട്ട വക്താവുമായ മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടത്. രണ്ടാം തവണയാണ് മുഹമ്മദ് അഫീഫിനെ ലക്ഷ്യമിട്ട് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. നേരത്തെ ആഴ്ചകൾക്ക് മുൻപ് മുഹമ്മദ് അഫീഫിനെ ലക്ഷ്യമിട്ട് ബെയ്റൂട്ടിലേക്ക് ഇസ്രായേലി സേന ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അന്ന് തലനാരിഴയ്ക്ക് മുഹമ്മദ് അഫീഫ് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മുഹമ്മദ് അഫീഫ് ഉണ്ടായിരുന്ന കെട്ടിടം കൃത്യമായി മൊസാദിന്റെ ചാരന്മാർ മനസ്സിലാക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ IDF നൽകുകയും ചെയ്തു. IDF നിർദ്ദേശപ്രകാരം ഇസ്രായേലി വ്യോമസേന കൃത്യമായി തന്നെ ആ കെട്ടിടത്തിന് നേരെ ബോംബ് വർഷിക്കുകയായിരുന്നു. കെട്ടിടം പൂർണ്ണമായും തകരുകയും 14ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തതായുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പിന്നീടാണ് ആ കെട്ടിടത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാന വക്താവ് മുഹമ്മദ് അഫീഫ് ഉണ്ടായിരുന്നതായുള്ള വിവരങ്ങൾ IDF തന്നെ സ്ഥിരീകരിച്ചത്. 45-ലധികം പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള വിവരവും ലെബനീസിന്റെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കെട്ടിടങ്ങൾക്ക് നേരെ അതിമാരകമായ ആക്രമണമാണ് കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി ഇസ്രായേലി സേന നടത്തുന്നത്. ബെയ്റൂട്ടിന് സമീപമുള്ള വിവിധ മേഖലകളിൽ, വിവിധ പ്രദേശങ്ങളിൽ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ IDF നൽകിയിരുന്നു. ആ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ നൽകി 3 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഓർക്കണം, 24 മണിക്കൂറിനിടയിൽ 145 ബോംബുകളാണ് ഇസ്രായേലി സേന ബെയ്റൂട്ടിലും അനുബന്ധ പ്രദേശങ്ങളിലുമായി വർഷിച്ചത്. എത്രത്തോളം മാരകമായ ആക്രമണമാണ് ഇസ്രായേലി സേന ഓരോ ദിവസവും നടത്തുന്നത് എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. വളരെയധികം ശക്തമായ ആക്രമണം. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ലെബനനിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അതിൽ തെക്കൻ ലെബനനിൽ നടന്ന ആ കരയാക്രമണമായിരുന്നു ഏറ്റവും പ്രധാനം. എന്നാൽ തെക്കൻ ലെബനനിലെ കരയാക്രമണത്തിൽ അവസാന ഘട്ടങ്ങളിൽ 1-2 തിരിച്ചടികൾ ഇസ്രായേൽ സേനയ്ക്കുണ്ടായി. അതായത് തെക്കൻ ലെബനനിലെ കരയാക്രമണം നടത്തുന്ന സേനയ്ക്ക് നേരെ ഹിസ്ബുള്ളയുടെ ഒളിയാക്രമണം ഉണ്ടായി. അതിൽ 4-5 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. ഇതോടുകൂടിയാണ് കരയാക്രമണത്തിനൊപ്പം തന്നെ കൂടുതൽ രൂക്ഷമായ വ്യോമാക്രമണവും നടത്താൻ ഇസ്രായേലി സേന തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈറ്റർ ജെറ്റുകൾ നിരന്തരമായി ലെബനന്റെ ആകാശ പരിധിയിലെത്തി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലി സേനയുടെ കൃത്യതയാണ്. ഇസ്രായേലി വ്യോമസേനയുടെ കഴിവാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലി വ്യോമസേനയുടെ കൃത്യതയും അവരുടെ വൈദഗ്ധ്യവുമാണ് വെളിവാക്കപ്പെടുന്നത്. അതായത് ഒരു പ്രത്യേക ലക്ഷ്യത്തെ അവർ കാണുന്നു, ആ ഒരു പ്രത്യേക കെട്ടിടത്തെ അവർ ലക്ഷ്യം വയ്ക്കുന്നു. ആ കെട്ടിടത്തിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ആ കെട്ടിടത്തിൻ്റെ 3D ചിത്രങ്ങൾ IDF നൽകുന്നു. IDF നിർദ്ദേശപ്രകാരം വ്യോമസേന ആ കെട്ടിടത്തിലേക്ക് മാത്രം റോക്കറ്റുകളും മിസൈലുകളും ബോംബുകളും വർഷിക്കുന്നു. തൊട്ടടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിന് ഒരു പോറൽ പോലും ഉണ്ടാകാതെ അതിഭീകരമായ ആക്രമണം നടത്തി ബഹുനിലയുള്ള കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ ഇതിനകം ലോകത്ത് വൈറലായി മാറി. അത്രത്തോളം കൃത്യതയാണ് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വലിയ ശക്തമായ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നു. തെക്കൻ ലെബനനിലേക്ക് പീരങ്കിപ്പട 2 ദിവസം മുമ്പ് അവിടെ തെക്കൻ ലെബനനിലേക്കാണെങ്കിൽ പീരങ്കിപ്പടയുടെ ശക്തമായ ആക്രമണം. 65,000-ഓളം ഇസ്രായേലി സൈനികർ തെക്കൻ ലെബനനിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഴുതുമറിക്കുകയാണ്. അതുപോലെ തന്നെ പീരങ്കിപ്പട, കവചിത ടാങ്കുകൾ, എല്ലാവിധ ആയുധങ്ങളുമായി കിലോമീറ്ററുകൾ 10-15 കിലോമീറ്ററുകൾ ലെബനന്റെ ഉള്ളിലേക്ക് കയറിയാണ് കരസൈന്യം ആക്രമണം നടത്തുന്നത്. കരസൈന്യത്തിന് പിന്തുണയുമായി വ്യോമസേന സദാ ജാഗരൂകരായുണ്ട്. ബെയ്റൂട്ടിലെ വിവിധ പ്രദേശങ്ങൾ, ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളാണ് ബെയ്റൂട്ടും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെല്ലാം തന്നെ ഹിസ്ബുള്ളയുമായി ബന്ധമുള്ളതാണ്. ജനവാസ കേന്ദ്രങ്ങളിലാണ്. ആ ജനവാസ കേന്ദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ബങ്കറുകളിലാണ്
മേഖലകളിലാണ് പ്രധാനമായും ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ സെന്ററുകൾ സ്ഥിതി ചെയ്യുന്നത്, ബേസ് ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനും മാരകമായ ബോംബാക്രമണത്തിലൂടെ ആ ഭൂഗർഭ ബങ്കറുകൾ പൂർണ്ണമായും തകർക്കാനുമുള്ള ശ്രമങ്ങൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ ഹിസ്ബുള്ളയുടെ കഥ കഴിയുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഹമാസിനെതിരെ നടത്തിയതുപോലെ 14-15 മാസക്കാലം നീണ്ട യുദ്ധത്തിന് ഇസ്രായേലിന് താല്പര്യമില്ല. വെടിനിർത്തൽ ചർച്ചകൾ പല മേഖലകളിൽ സജീവമായി നടക്കുന്നുണ്ട്. വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയുടെ കഥ പൂർണ്ണമായും കഴിക്കണം. ലത്തീനി നദിക്കപ്പുറത്തേക്ക് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ മാറ്റണം. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള എന്ന ശക്തി ഭീകര സംഘടന ഇനി ഉണ്ടാകരുത്. അവരുടെ അടിവേരറുത്തുകൊണ്ടുള്ള വമ്പൻ ആക്രമണമാണ് ഇസ്രായേലി സേന ഇപ്പോൾ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.